അസ്സലാമു അലൈക്കും. ലൈഫ് ഓഫ് മുഫി വൺസ് അഗൈൻ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബാംഗിൾസ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിലേക്കൊക്കെ മാച്ച് ആൻഡ് മാച്ചാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ബാംഗിൾസ് ആണ്. അപ്പം വീഡിയോസ് മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ബാംഗിൾസ് ഉണ്ടാക്കാനുള്ള ത്രെഡ്സ്. ഇതിന് 5 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇതാണ് ബാംഗിൾസ് റിങ്. അപ്പം ബാംഗിൾസ് റിങ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ റിങ് വെച്ചിട്ടാണ് നമ്മൾ ബാംഗിൾസ് ഉണ്ടാക്കിയെടുക്കുന്നത്. പല ഡിസൈൻസിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ വേണ്ടത് സൂചിയാണ്. മുത്ത് കോർക്കാൻ സൂചി വേണം. സൂചി. പിന്നെ വേണ്ടത് നമുക്ക് ഗമ്മാണ്. അത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ നൂല് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഒട്ടുന്നൊരു ഗമ്മ് വേണം. നെക്സ്റ്റ് ചെയ്യേണ്ടത് ബാംഗിൾസിൻ്റെ അളവിനനുസരിച്ച് നൂലെടുക്കുക. നൂലിൻ്റെ എൻഡ് ഭാഗം കൂട്ടിക്കെട്ടുക. സൂചി നൂല് കോർത്തതിന് ശേഷം ബാംഗിൾസിൻ്റെ റിങ്ങിൻ്റെ അടിഭാഗത്തു നിന്ന് മുകൾ ഭാഗത്തേക്ക് സൂചി നൂലും കോർക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന മുത്തിൻ്റെ പേരാണ് ചകിരി. പിന്നെ വരുന്നത് വൈറ്റ് പേൾമുത്ത്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ചകിരി. ഇങ്ങനെ ക്രമത്തിൽ കോർത്തെടുക്കുക. ഇങ്ങനെ നമ്മൾ കോർത്തെടുത്തതിന് ശേഷം മുകളിലുള്ള ഹോൾസിലൂടെ താഴെ ഭാഗത്തേക്ക് സൂചി കോർക്കുക. പിന്നെ നമ്മൾ തുടങ്ങിയ ഭാഗത്തെ ഹോൾസിലൂടെ അടിഭാഗത്തൂടെ മുകൾ ഭാഗത്തേക്ക് സൂചി കോർത്തെടുക്കുക. അടുത്തത് നമ്മൾ ആ 3 മുത്തിൻ്റെ ഹോൾസിലൂടെ സൂചി നൂലും കോർത്തെടുക്കുക. എന്നിട്ട് അവസാന ഭാഗത്തെ ഹോൾസിലൂടെ ഈ ഒരു സൂചിയെ താഴെ ഭാഗത്തേക്കും കോർത്തിട്ട് ടൈറ്റാക്കുക. തല വലിച്ച് ടൈറ്റാക്കി പിടിക്കണം. ഈ 3 മുത്ത് കോർത്തതിന് ശേഷം താഴെ ഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് കോർക്കുക. പിന്നെ അതിന് ശേഷം സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഒരു ക്രിസ്റ്റൽ ചകിരി കോർക്കുക, ഒരു ക്രിസ്റ്റൽ വൈറ്റ് സ്റ്റോൺ കോർക്കുക, പിന്നെ ഒരു ക്രിസ്റ്റൽ ചകിരി കോർക്കുക. എന്നിട്ട് മുകൾ ഭാഗത്തുള്ള ആ ഹോൾസിലൂടെ സൂചിയെ താഴെ ഭാഗത്തേക്ക് കോർത്തെടുക്കുക. കോർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ടൈറ്റാക്കി വലിച്ച് പിടിക്കണം നമ്മൾ. എന്നിട്ട് മുകൾ ഭാഗത്ത് താഴെ ഭാഗത്ത് നിന്നും മുകൾ ഭാഗത്തേക്ക് കോർത്തെടുക്കണം. കോർത്തെടുത്തതിന് ശേഷം മുകൾ ഭാഗത്തെ 3 ഹോൾസിലൂടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് അതേപോലെ സൂചിയെ കോർത്തെടുക്കണം. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കോർക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ടൈറ്റാക്കി പിടിക്കണം. സെയിം പ്രോസസ്സ് അതേപോലെ തന്നെ മുകൾ ഭാഗത്തേക്ക് അതുപോലെ മുത്ത് കോർത്തെടുക്കുക. ഇങ്ങനെ ഇതേ ഒരു ഓർഡറിൽ നമ്മൾ കോർത്തെടുക്കുക. അപ്പോൾ കോർത്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോർക്കുന്നതിനനുസരിച്ച് നമ്മൾ നൂല് ടൈറ്റാക്കിയിട്ട് പിടിക്കണം. ഈ ഒരു ഓർഡറിൽ നമ്മൾ ഫുള്ളായിട്ട് ബാംഗിൾസിൻ്റെ റിങ് എത്ര സൈസിലാണോ വരുന്നത് അത്രയും നമ്മൾ ഇതേ ഒരു ഓർഡറിൽ നമ്മൾ കോർത്തെടുക്കുക. താഴെ നിന്ന് മുകളിലേക്ക് കോർക്കുക. ബാംഗിൾസിൻ്റെ റിങ് ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഭാഗം നമ്മൾ ഒരു ചകിരിയും ഒരു വൈറ്റ് ക്രിസ്റ്റലും കൊടുത്തിട്ട് മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ നമ്മൾ കെട്ടിപ്പണയാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക, പൊട്ടിപ്പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നൂലാണ്, അപ്പം ഭയങ്കര മെല്ലെ ചെയ്യണം. ചെയ്യുന്ന സമയത്ത് ഈ മുത്തുകളൊക്കെ ടൈറ്റാണോ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഫുള്ളായിട്ട് അതേപോലെ തന്നെ കോർത്തെടുക്കുക. റൗണ്ട് ഫുള്ളായതിൻ്റെ ശേഷം ഒരു സൂചി വെച്ചിട്ട് ഒരു ലോക്ക് ഇട്ടിട്ട് അത് മുഴുവനാക്കി എടുക്കുക. ാണ് ബാംഗിൾസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ബാക്കി പുറത്തേക്ക് കാണുന്ന നൂലൊക്കെ കത്രിക വെച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ബാംഗിൾസിന് ഒന്നുകൂടി ഉറപ്പ് കിടാൻ വേണ്ടിയിട്ട് നമ്മൾ അടിഭാഗം ഗം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗായ്സ്, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലും കളറിലും ഡിസൈനിലും നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.